സാർ ബൈപ്പാസിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള കട്ട് റൂട്ട് കയറിയപ്പോൾ 2 ബൈക്കുകാർ വന്ന് ഞങ്ങളുടെ കാറിന് ബ്ലോക്ക് ചെയ്തു. അതിൽ 4 പേരുണ്ടായിരുന്നു ഹെൽമെറ്റ് ഇട്ടവർ. അതിലൊരാൾ ചേട്ടൻ്റെ കഴുത്തിൽ കത്തി വെച്ചു. അപ്പോൾ ഏകദേശം എത്ര സമയം കാണും? ഒരു 9-9:30 കാണും. അതിൻ്റെതാണ് ഈ മുറിപ്പാട്. അതെ. അത് കഴിഞ്ഞിട്ടൊന്ന് സംഭവിച്ചു? എൻ്റെ കഴുത്തിൽ കൈവച്ചു. കത്തിയല്ല വെച്ചത്? കത്തി വെച്ചു. എന്നിട്ട് പുറകുള്ള ബാഗ് ചോദിച്ചു. ആ ബാഗിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? അതിൽ 15 ലക്ഷം ഉണ്ടായിരുന്നു. പച്ചക്കറി കച്ചവടത്തിൽ ഇത്രയും കിട്ടുമോ? പിന്നെ ഇതിലും കിട്ടും. ഇവന്മാര് പാലക്കാട് മൂലം കോട്ടയം വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാ. എന്നാലും നല്ല ബിസിനസ് ആണല്ലോ. ഇതൊരു ഒരാഴ്ചത്തെ കളക്ഷനാണ് സാറേ. ഒരാഴ്ചയിൽ 11 ലക്ഷമോ? അവരുടെ ആരെങ്കിലും മോൻ കണ്ടിരുന്നു? ഇല്ല, ഇരുട്ടായതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. വണ്ടി നമ്പർ ശ്രദ്ധിച്ചില്ല, ഇരുട്ടായിരുന്നു. സാർ നമ്പർ ഉണ്ടെങ്കിലും ഫേക്ക് ആവും. പരിസരത്തുള്ള CCTV എന്തെങ്കിലും കിട്ടുമോ നോക്ക്. സർ, പച്ചക്കറി കേസാണോ? അതെ സർ. താനൊന്ന് വന്നേ. നിങ്ങളുടെ വണ്ടി ഏതായിരുന്നു? ഒരു വെള്ള കളറുള്ള മാരുതി ആയിരുന്നു. ഈ MLA സെക്രട്ടറി വിളിച്ചിരുന്നു. പച്ചക്കറി വ്യാപാരി ഹമീദിന് വല്ല പിടിപാടൊക്കെയാണ്. കാശാര എടുത്തതെന്ന് പോലെ തുമ്പും കിട്ടിയോ? ഇല്ല സർ. യുവമാരാരാ? ഇത് ഡ്രൈവർ പ്രകാശനും അയാളുടെ ഒരു ഫ്രണ്ടുമാണ് സർ. സാധാരണ ഈ ഹമീദിൻ്റെ അനിയൻ ഹംസയാണ് പൈസ കളക്ട് ചെയ്യാൻ പോകാറ്. അയാൾക്ക് കോവിഡ് ആയതുകൊണ്ടാണ് ഇവർ പോയത്. എന്താ അവന്മാർ പറയുന്നത്? ഇവന്മാർ 2 ബൈക്കിൽ ആൾക്കാർ വന്ന് കാശായിട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. താനിവരെ രണ്ടുപേരും ഒരുമിച്ച് ഇരുത്തിയിട്ടാണോ ചോദ്യം ചെയ്യുന്നത്? അത് പിന്നെ പരാതിയായിട്ട് വന്നപ്പോൾ ആരാണ് വണ്ടി ഓടിച്ചിരുന്നത്? ഞാനാണ് സാർ. വണ്ടി ആരാ ഓടിച്ചത്? പ്രകാശനാണ്. വണ്ടിയിൽ AC ഇട്ടിരുന്നു? ഇട്ടിരുന്നു. അപ്പോൾ ബൈക്കുകാരൻ വന്നപ്പോൾ വിൻഡോ ഗ്ലാസ് താത്തി അല്ലേ? അതെ അതെ. ബൈക്കുകാരൻ വന്ന് കഴുത്തിൽ കത്തി വെച്ചപ്പോൾ വിൻഡോ ഗ്ലാസ് താന്നല്ലായിരുന്നു? അതെ. അപ്പോൾ AC ഇട്ടിരുന്നില്ല? ഇല്ല. നിങ്ങളുടെ കൂട്ടുകാർ ഇപ്പോൾ എവിടെയുണ്ട്? കൂട്ടുകാരന്മാരോ? അറിയില്ല സാർ, ഞങ്ങൾക്കൊന്നും. പുല്ലേ, ബാങ്ക് കുത്തി തുറക്കാതെ തന്നെ ലക്ഷങ്ങൾ നിന്റെ കയ്യിൽ കിട്ടിയപ്പോ നിന്റെയൊക്കെ കണ്ണു മഞ്ഞൾ ചൊല്ലടാ. വിശ്വാസം അതല്ലേ എല്ലാം. കൊറോണ സമയത്ത് നിനക്കൊക്കെ ജോലിയും ശമ്പളം തന്ന ആളിനെ ഇങ്ങനെ തന്നെ നീ സഹായിക്കണം. ഉണ്ട ചോറിന് നന്ദി വേണമടാ. ജിസ് थाली में खाते हो उसी में छेद करते हो हराम सादो. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉള്ള കാര്യം പറ. സർ, കൊറോണ കാരണം കാര്യങ്ങളൊക്കെ ഇത്തിരി കഷ്ടത്തിലായിരുന്നു. അപ്പോഴാണ് അളിയന് ദുബായിൽ ഒരു ജോലി കിട്ടിയത്. അതിന് 2 ലക്ഷം രൂപ വേണമായിരുന്നു. അതിനുവേണ്ടി കൂട്ടുകൂടിയതാ. ഇവനാണ് സർ എല്ലാം പ്ലാൻ ചെയ്തത്. ഇനി പളിയന്റെ കാര്യം? ദുബായ് എത്തിക്കാണും. രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. കാശ് കിട്ടിയപ്പോ നല്ല ആൾക്കാരെയാ പണിക്ക് കിട്ടിയത്. ഡോക്ടർ കുനിയരുതെന്ന് പറഞ്ഞല്ലേ? ലാപ്ടോപ്പിന്റെ യൂസ് എന്താ നീ പറ. നീ TV കണ്ടോ മോനെ? മയില് വേണോ? വേണ്ട. എന്നാ കിടക്കാൻ വാ. എനിക്ക് TV വേണം. അത് സ്പാമാ. നിനക്ക് ഉറക്കം വരുന്നില്ലേ? എടാ, അത് മറ്റേ പെണ്ണല്ലേ? അത് തന്നെ. എനിക്കൊന്ന് ഷെയർ ചെയ്യടാ. മേഡം, ഇവിടെ നിന്ന് എൻ്റെ ഓഫീസിലാണോടാ? ഒരുത്തേയും വെറുതെ വിടല്ലേ കേട്ടോ. ഞാനൊരു പാവല്ലടാ. എന്തായാലും പറയും. ഓ കോള് വന്നു. ഹലോ സാറേ, ഞാൻ പോട്ടറാ. കോള് വന്നു. തലയിലാടാ. ഞാൻ പോട്ടറാ. ഞാൻ വിളിക്കടാ. ബൈ. നമുക്കല്ലെങ്കിൽ ഒരാഴ്ച വരെയെങ്കിലും സമയമുണ്ടോ? മേഡം, പോസ്റ്റ് ചെയ്യാൻ വല്ലതുണ്ടോ? ഒരാഴ്ച വരെ എന്തായാലും സമയമുണ്ടല്ലോ. നോക്കാം. ഞാൻ പറഞ്ഞേക്കാം.
ആ ആ അത് ഞാൻ ഒട്ടിച്ചിട്ടില്ലേ. ഓക്കെ മാഡം. ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല ഞാൻ വരാം. ആരും ഉറങ്ങിയോടി? ആ അവനപ്പോഴേ ഉറങ്ങി. Hey, Nisha. What's wrong? വിനു എന്നൊരാള് വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ബ്ലാക്ക്മെയിലോ? എന്ത് ബ്ലാക്ക്മെയിൽ? അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഇത് വിനുവിനോട് പറയുമെന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൺ ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യം എന്നോട് പറയുമെന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പം നീ എന്തിനാ പേടിക്കാൻ നിൽക്കുന്നേ? എനിക്ക് കോൾ വന്ന് ഞാൻ എടുക്കാം. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. ഹലോ, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇനി അവൻ വിളിക്കില്ല. എന്താടോ? എൻ്റെ പാസ്റ്റിനെ കുറിച്ച് എല്ലാ അയാൾക്കറിയാം. ആൻഡ് ഹി വാണ്ട്സ് ടു സ്പോയിൽ മൈ പീസ് ഓഫ് മൈൻഡ്. ഞാൻ എന്താ വിനു ചെയ്യണ്ടേ? See, peace of mind doesn't come from outside. Mind is within us. നമ്മൾ ഹാപ്പി ആയിരിക്കണോ സാഡ് ആയിരിക്കണോ എന്നൊക്കെ മറ്റുള്ളവരെങ്ങനെ തീരുമാനിക്കും? ഇത് നമ്മുടെ ലൈഫല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണോ ജീവിക്കുന്നത്? ഐ എം സോറി. ഈ കോളിനെ കുറിച്ച് നേരത്തെ പറയാത്തതിന്. ഐ ഡിഡ്ന്റ് വാണ്ട് യു ടു ഗെറ്റ് സ്ട്രെസ്ഡ്. It's okay. I can understand.